എന്നൊക്കെ കോയമ്പത്തൂർ ഏറ്റവും കൂടുതൽ നൊസ്റ്റാൾജി അടിക്കുന്ന അടുത്ത സ്മെല്ലാണ്. കണ്ട ഓൻ ദേഷ്യം വരുന്നുണ്ടോ? ഹേ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇതൊരു കോയമ്പത്തൂർ വ്ളോഗാണ്. ആസ് ലൈക്ക് ദ തംബ്നെയിൽ, ഇതൊരു കോയമ്പത്തൂർ യാത്രയാണ്. അപ്പം സംഭവം എന്താ വെച്ചാൽ, എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ മാരേജും പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ് സെറിമണി ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പം കോയമ്പത്തൂരേക്ക് പോകുന്നത്. 6 AM ട്രെയിനായിരുന്നു ഞാൻ പോയത്. പക്ഷേ എനിക്ക് ഇൻ ബിറ്റ്വീൻ തിരൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ട് തന്നെ കണക്ഷൻ ട്രെയിനിൽ 3:30 പിന്നെ ഞാൻ കയറി ഒരു 6:45 ആ ഒരു ടൈമിലായിരുന്നു കോയമ്പത്തൂർ റീച്ചായത്. ഇതിപ്പം ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ട് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ടൈമിംഗ് അടക്കം പറഞ്ഞത് കേട്ടോ. അപ്പം കോയമ്പത്തൂരിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാടുണ്ട്. എന്താ പറയുക, ഒരു മിക്സ്ഡ് കൈൻഡ് ഓഫ് ഇമോഷൻസ് ആൻഡ് മെമ്മറീസ് ആണ്. മേ ബി ബിക്കോസ് ഓഫ് ദ പീപ്പിൾ അറൗണ്ട് ദെയർ മോർ ദാൻ ദ സിറ്റി എന്നൊക്കെ പറയാം. ഇനി ഞാനൊരു കാര്യം പറയാം, പക്ഷേ ഇത് നിങ്ങൾ വിശ്വസിക്കാൻ ചാൻസ് ഒന്നുമില്ല. സംഭവം ഞാനിതൊരു വ്ളോഗായി എടുക്കണം എന്ന് വിചാരിച്ചെടുത്ത ബിറ്റ്സൊന്നുമല്ല. ഇതിൽ എല്ലാ, അതായത് ഒരു 90% ബിറ്റ്സും പോർട്രേറ്റ് വ്യൂവിൽ എടുത്തതാണ്. ചുമ്മാ മെമ്മറീസ് കവർ ചെയ്യുന്ന പോലെ ഒരുപാട് വീഡിയോസ് എടുക്കുന്ന ഹാബിറ്റ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും ബിറ്റ്സ് എനിക്ക് കിട്ടിയതും ഇന്നൊരു വ്ളോഗായി അത് ഔട്ട്പുട്ടായി വന്നതും. അങ്ങനെ അവിടുന്ന് കോയമ്പത്തൂർ എത്തി, അവിടെ നിന്ന് നേരെ സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്ന് അവിടെ നിന്ന് നമ്മൾ ജോയിൻ ചെയ്യായിരുന്നു. പിന്നീട് നേരെ ഗിഫ്റ്റ്സൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ബസ് കയറി നമ്മളെ ചെക്കൻ്റെ വീട്ടിലേക്ക്. ആക്ച്വലി ഈ ഹോൾ ട്രാവൽ ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് ഊട്ടി സ്പെഷ്യലായിട്ടുള്ള സ്ട്രോബെറി ഒക്കെ ഗൗതം കൊണ്ടുവന്നിരുന്നു. എൻ്റെ ഇതിലെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ വഴിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അങ്ങനെ കുറച്ചധികം ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ഫംഗ്ഷൻ്റെ ഏരിയയിലെത്തി. ഇതാണ് അവിടുത്തെ ബ്രൈഡിൻ്റെ ബ്രദറായ എൻ്റെ ഫ്രണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ആക്ച്വലി കൊടുത്തത് ഒരു പെയിൻറ്റിംഗ് ആണ്. കൂട്ടത്തിൽ ഒരാൾ ഭയങ്കര ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവനെ കൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു പെയിൻറ്റിങ് ചെയ്യിച്ച് അവിടെ നിന്ന് തന്നെ നമ്മൾ റാപ്പ് ചെയ്ത് സ്റ്റേജിൽ കയറിയപാട് ബ്രൈഡിനോടും ഗ്രൂമിനോടും അത് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവരെ ലൈവായിട്ടുള്ള റിയാക്ഷൻ അതെല്ലാം. ആക്ച്വലി പെയിൻറ്റിങ്ങിന് ഭയങ്കര കോംപ്ലിമെൻറ്റ്സ് ആയിരുന്നു ഉണ്ടായത്. പെയിൻറ്റിംഗ് ആണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. എക്സാക്റ്റ് ആ ഒരു കപ്പിളിനെ പോലെ തന്നെ ആയിരുന്നു അവർ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആർക്കെങ്കിലും പെയിൻറ്റിങ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ ടാഗ് ചെയ്യാം. ഇതാണ് ആൾ, ദ ആർട്ട് ആൻഡ് ദ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു ഡിജിറ്റൽ പെയിൻറ്റിങ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആർട്ടിനെ ബിഹൈൻഡ് ആയിട്ടുള്ള ആളാണ് ഇത്. ഇവൻ്റെ പേരും ഗൗതം എന്നാണ്. ആക്ച്വലി എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു തമിഴ് വെഡ്ഡിങ് പങ്കെടുക്കുന്നത്. അപ്പം ഇപ്പോൾ കണ്ടതെല്ലാം റിസപ്ഷനാണ്, നാളെയാണ് കല്യാണം. ഇവിടുത്തെ കല്യാണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് ആ മാരേജൊക്കെ. നമ്മളെപ്പോലെ 11:00 12:00 കിടക്കുക അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അങ്ങനെ ആരും ഉറങ്ങാനൊന്നും പോയില്ല. കുറേ നേരം സംസാരിച്ചിരുന്നു, മെഹന്തി ഇട്ടു. ഈ മെഹന്തി ഇടുന്ന ആൾ ഒരു ആർട്ടിസ്റ്റാട്ടോ. കോളേജ് പഠിക്കുന്ന സമയത്ത് എന്താ പറയുക, ഇപ്പോൾ മെഹന്തിയിലായിക്കോട്ടെ ഫേഷ്യൽ ആർട്ട് ആയിക്കോട്ടെ എല്ലാം ചെയ്താലും എനിക്ക് ഇതുവരെ ഒന്നും ഇട്ടാൻ പറ്റില്ല. അതിൻ്റെ റിവെഞ്ച് എടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. കുറച്ച് പേര് ഓൾറെഡി ആടെ ഓഡിറ്റോറിയത്തിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ ടൈം ആകുമ്പോഴേക്കും നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വേഗം വന്നു. അങ്ങനെ ആദ്യം ചെക്കൻ്റെ എൻട്രി ആയി, പിന്നെ പെണ്ണിൻ്റെ എൻട്രി ആയി. നമ്മളത് നോക്കി നിൽക്കലായി, ആകെ വേളം. അങ്ങനെ അവിടെ കല്യാണമൊക്കെ കണ്ട് അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. മോർണിംഗ് ആണ്ട് തന്നെ ഫുൾ വെറൈറ്റി ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇന്നലെ നൈറ്റിലും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച ക്ഷീണത്തിൽ പതുക്കെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ കല്യാണത്തിന് നെക്സ്റ്റ് ലൊക്കേഷനായ വീട്ടിൽ കൂടുതൽ നമ്മൾ വരാൻ തുടങ്ങി. എൻ്റെ കൂടെ കോമൺ ആയിട്ട് ഗൗതമിനെ ഇവിടെയും കാണും, കാരണം അവൻ്റെ കസിനാണ് എൻ്റെ ഈ ഫ്രണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സ് ആയത് ഒരേ കമ്പനി വർക്ക് ചെയ്തിട്ടാണ്. പിന്നെ അന്നത്തെ നൈറ്റ് ഞങ്ങൾ കുറച്ച് വാക്കിങ്ങിനൊക്കെ പോയി. ഗൗതം അവൻ്റെ ഒരു കസിനും ഉണ്ടായിരുന്നു കൂടെ. എൻ്റെ ഈ ഫ്രണ്ട് കുക്കിങ്ങിൻ്റെ തിരക്കിലായതുകൊണ്ട് ആൾക്ക് വരാൻ പറ്റിയിട്ടില്ല. ഗൗതം കഷ്ടപ്പെട്ട കേക്ക് കഴിക്കുന്നത് നമ്മൾ കുറച്ച് തപ്പി കണ്ടുപിടിച്ചതായിരുന്നു ആ ഒരു കേക്ക് ഷോപ്പ്. അതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്തുള്ളത്. അങ്ങനെ അടുത്ത ഡേ ആയി, ഞാൻ അവിടുന്ന് സ്ഥലം വിടാൻ തുടങ്ങി. എനിക്ക് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകണം. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകായിരുന്നു. അവളൊരു അപ്പാർട്ട്മെൻ്റ് എടുത്ത് നിൽക്കുന്നുണ്ട് കോയമ്പത്തൂർ തന്നെ. എപ്പോൾ കോയമ്പത്തൂർ പോയാലും മീറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് എനിക്കോ അവക്കോ പറ്റാത്ത ഏയിൽ റിട്ടേൺ അടിക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ ഇപ്രാവശ്യമാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡെസ്റ്റിനേഷൻ മാറി ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ആ ഒരു യാത്ര ഫുൾ ഞാൻ എൻജോയ് ചെയ്തു. സംഭവം അവളെ വീട്ടിലെത്തി, അതാണ് ആൾ. ഞാൻ നേരിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പോയിട്ട്
ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിച്ച വഴന്നെ ടെറസിൽ പോയി പുരാണം പറയാൻ തുടങ്ങി. നല്ല രസമായിരുന്നു. ഒരു കുറേ നാളായിരുന്നു. ഇതാണ് അവിടുത്തെ മെയിൻ ഗാർഡ് എന്ന് പറയാം. ഇവൻ കുറച്ച് ഡേഞ്ചറാണ്. ഇവനെ പറ്റിയിട്ട് കുറേ പറയാനുണ്ട്, എല്ലാം വഴിയേ ഉണ്ട്. ഇത്രയും നേരം ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ എൻ്റെ മെയിൽ ഫ്രണ്ട്ഷിപ്പല്ലേ കണ്ടേ? ഇനി ഇതാ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് കാണാം. എത്രയൊക്കെ നമ്മൾ മെയിൽ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞാലും അറ്റ് ദ എൻഡ് എവ്രി ഗേൾ ഡിസേർവ്സ് എ റൈറ്റ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് കൂട്ടത്തിൽ എനിക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയ ഫ്രണ്ടാണ് ലിൻസി. അപ്പം കോയമ്പത്തൂർ പറയാനാണെങ്കിൽ എനിക്ക് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് വളരെ കുറവായിരുന്നു. എനിക്ക് ഫുള്ളി ഇപ്പം എൻ്റെ കൂടെ കണ്ട ആൾക്കാരായിരുന്നു മെയിൻ. പിന്നെ ലിൻസി എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ ഭയങ്കര ക്ലോസായി. ആൾ എൻ്റെ ഏജല്ല, എന്നെക്കാട്ടിയും കുറച്ചും കൂടി യങ്ങാണ്. കുറേ കൂടിയിട്ടാണ് ഒന്നിച്ച് കൂടി അങ്ങനെ സ്ലീപ്പ് ഓവർ പോലെ ആയിട്ടും ഫുഡ് വെച്ചിട്ടും ഇത്രയും സംസാരിച്ചിട്ടല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു. ആൾ എൻ്റെ അടുത്ത് പറഞ്ഞ സൺഡേ പോകണ്ട, നമുക്ക് സൺഡേ കറങ്ങാൻ പോയിട്ട് മൺഡേ മോർണിംഗ് ഡ്രോപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ 2 ഡേയ്സും ഞാൻ അവളെ കൂടി ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായത്. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ഓൾറെഡി നൈറ്റിൽ ഇന്നലെ ബാക്കി വന്ന പുലാവ് അവന് കൊടുത്തായിരുന്നു. എന്നിട്ട് മോർണിംഗും അതേപോലെ കണ്ടപ്പോൾ അത് വെച്ച് കൊടുത്തതായിരുന്നു ഞാൻ പറഞ്ഞിട്ടവൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവനെ പറ്റിയിട്ട് കുറേ പറയാനുണ്ട്, അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. കമ്പനിയൊക്കെ വരുമോ? അവൻ നല്ല മോനോ മോനെ ചോറുന്നാ ഇരുന്നില്ലേ? വാ, ഓന് ഈ ഭാഗത്ത് ഫുള്ള് നായിയാ. അപ്പോൾ ഇവൻ എന്താ വെച്ചാൽ നല്ലൊരു നായ കൂടിയുള്ളത് നാക്ക് നോക്കി ഒന്നിച്ച് എന്തെല്ലാം പ്രൊട്ടക്ഷനാണ്. ആള് ഇപ്പോൾ ഭയങ്കര ദേഷ്യമാണ്. വെറുതെ ഇപ്പം എങ്ങനെയിപ്പോൾ പറയാം, കുരക്കും വന്നതല്ലേ ഇത് ശരി സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് വിചാരിക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ മുകളിൽ ഇങ്ങനെ ടെറസിൽ പോയി. അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നടക്കുക, കഴിഞ്ഞ് നടക്കുക. മുകളിൽ ഓണർ നായിക. അപ്പോൾ ഓനിങ്ങനെ വയ്യന്നെ നടന്ന് നമ്മളെ കലമ്പുമെല്ലാം ചെയ്യും. എന്നാൽ നമ്മളെ നോക്കി നമ്മളെ കൂടെ നമ്മളെ സേഫാക്കിയിട്ട് എല്ലാവരും എത്തിക്കുകയും ചെയ്യും. പക്ഷെ ഓനൊരു മിങ്കിളാവാത്ത വന്നിരിക്കും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നുന്നു. നമ്മൾ പച്ചമാറിലുണ്ടാവില്ലേ, ഉള്ളിൽ സ്നേഹം ഉണ്ടാവുമെങ്കിൽ പുറത്ത് കണ്ട ഇഷ്ടത്തിൽ അത്താൻ കഴിയില്ലേ, അതേപോലെ ഇവനിങ്ങനെ എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കും. ഹായിടാന്നെല്ലാം ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവൻ്റെ നിരീക്ഷണത്തിൽ നമ്മളെ വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ നടക്കുക. എന്നൊക്കെ പോകുന്നത് ഏറ്റവും കൂടുതൽ നഷ്ടം അടിക്കുന്ന അടുത്ത സ്മെല്ലാണ്. അതാണ് എന്തായാലും ഓടണ്ട, പതുക്കെ പോ. ഇതാ ഞാൻ നിൽക്കുന്നതാണ് ഇവിടെ. കണ്ട, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്കിങ്ങനെ പറ്റിയൊരു കാര്യം പറയാനുണ്ട്. കാരണം ഈ ഒരു ഡേ ആണ് എനിക്കത് നെക്സ്റ്റ് ഡേ ആണ് മനസ്സിലായത് അവൻ്റെ ഉള്ളിലെ സ്നേഹം, അവൻ്റെ ഉള്ളിലെ ആ ഒരു മൈൻഡ് സെറ്റ്. ഓക്കെ, അത്രയും നേരം ഞാൻ ഇവനെന്താ ഇത്രയും ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് വിചാരിച്ചത്. ലിൻസിക്കൊക്കെ ഭയങ്കര പേടിയാണ്, സംഭവം ഈ നായി കടിക്കും അങ്ങനത്തെ. അത് പക്ഷേ എനിക്ക് എൻ്റെ മനസ്സങ്ങ് അലിയിച്ച് കളഞ്ഞു. വാടാ വേം പാടാ, നീ ആദ്യം നിൽക്കുന്നത് അതെനിക്കുണ്ടാ, നിനക്ക് ചോറില്ലേ? ഈ ക്ലിപ്പിൽ ഞാൻ സംസാരിച്ചിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ സംസാരിച്ച് സ്നാപ്പ് അയക്കുന്ന സുഖേടും എനിക്കുണ്ട്. അപ്പം അങ്ങനെ വന്ന ബിറ്റാണിത്. അപ്പം ഇവൻ്റെ അടുത്തുള്ള ഞാൻ ഈ സംസാരിക്കുന്നത് വെച്ചാൽ എൻ്റെ വീട്ടിലും കുറേ പൂച്ചകളുള്ളതുകൊണ്ട് അവരുടെ അടുത്തെല്ലാം നമ്മൾ സംസാരിക്കും, എല്ലാവരും സംസാരിക്കും മനുഷ്യന്മാരുടെ അടുത്ത് പോലെ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പുതുമയൊന്നുമില്ല ഈ നായ്ക്കുട്ടീൻ്റെ അടുത്ത് സംസാരിക്കുന്നതിൽ. ആര് കണ്ടാലും എനിക്കൊന്നുമില്ല, അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ്. കണ്ട ഓൻ ദേഷ്യം വരുന്നുണ്ടോ? ഇപ്പം മനസ്സിലായ? അതാ ഞാൻ പറഞ്ഞ, ആളങ്ങനെ പെട്ടെന്നൊന്നും അടുപ്പിക്കൂല, ദേഷ്യം കാണിക്കുകയും ചെയ്യും, എന്നാൽ കെയർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കുടിക്കാൻ തുടങ്ങി, ഞാൻ ചായ വെക്കാൻ തുടങ്ങി, അവൾ ഉപ്മാവാക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് കുക്കിംഗ് നല്ല ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനാ ഇൻറ്റൻഷനലി പോയി ചായ പാല് വാങ്ങി വരലും ചായ വെക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഐ വാസ് എൻജോയിങ് ദ ഹോൾ പ്രോസസ്സ്. നമ്മൾ ചായ ഉപ്മാവെല്ലാം കഴിച്ച് അവൾ പള്ളിയിൽ പോയി വന്ന് നമ്മൾ ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങി. ആളാണ് മെയിൻ ഷെഫ്, ഞാൻ സൈഡ് ചിക്കൻ. അങ്ങനെ അവൾ കറിയെല്ലാം വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തൊരു സാറ്റിസ്ഫാക്ഷൻ അറിയാം, വീട്ടിൽ അമ്പലാക്കിയ പോലെ. പിന്നെ നമ്മൾ നേരെ ബ്രൂക്ക് ഫീൽഡ്സിലേക്ക് വിട്ടു. ബ്രൂക്ക് ഫീൽഡ്സ് പോകേണ്ട മെയിൻ ഉദ്ദേശം കറക്കാണ്. പിന്നെ നമ്മളൊരു മൂവി കാണണം, ഷോപ്പിംഗ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കാണ് നമ്മൾ അവിടെ പോയിൻ്റ് ചെയ്തത്. നേരെ അവിടെയാണല്ലോ പറ്റുമല്ലോ, ഒരു ഡേ ഹാഫ് ഡേ ആയി നമുക്കിനി ഉള്ളു. പിന്നെ പോയപാട് ഒരു കോണിൻ്റെ ഷോപ്പ് ഉണ്ടപ്പോൾ അത് വാങ്ങിച്ചു. എന്നാൽ അറിയില്ല, എനിക്ക് എവിടെ പോയാലും ഇപ്പോൾ കോൺ തിന്നണം. പിന്നെ കുറേ നാളായിട്ടുള്ള വിശ്വസിച്ച് എനിക്ക് സ്റ്റാർബക്സ് പോകണമെന്ന്. അങ്ങനെ സ്റ്റാർബക്സ് പോയി.
ഫൈനലി. എന്താ അറിയില്ല, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ എനിക്കറിയില്ല കണ്ണൂരുണ്ടോയെന്ന്. അപ്പം വിചാരിക്കുന്ന സമയത്ത് പോകാനും കഴിയില്ല. അങ്ങനെ അന്ന് പോയപ്പോൾ കയ്യോടെ സ്റ്റാർബക്സിൽ കയറി കോഫി എങ്ങനെയുണ്ട് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ക്യാപ്ച്ചിനായിരുന്നു കുടിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പതുക്കെ നമ്മൾ മൂവിക്ക് കയറി. ഹൃദയപൂർവ്വമായിരുന്നു കാണുന്നത്. മാളിൽ വന്നപ്പോൾ ഞങ്ങൾ കൂടെ 2 പേര് എക്സ്ട്രാ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ മൂവിക്ക് ഒരാൾക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം പോയിട്ട് വാങ്ങി നമ്മൾ. ആക്ച്വലി ലിൻസിക്ക് ലോക കാണണമെന്നായിരുന്നു ഉണ്ടായി. അപ്പോൾ എനിക്ക് ലോകനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായില്ല, ടിക്കറ്റും കിട്ടിയില്ല. അങ്ങനെയാണ് നമ്മൾ ഹൃദയപൂർവ്വം കാണാൻ പോയത്. എനിക്ക് ഹൃദയപൂർവ്വം കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഡേ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗ് എനിക്ക് ടാറ്റ ബൈ ബൈ പറയാൻ ടൈമായി. അങ്ങനെ ലിൻസി കാറെടുത്ത് തന്നെ ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങി. ഇനി എപ്പോൾ കോയമ്പത്തൂരേക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ ബാക്കി വെച്ചുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോകാൻ തയ്യാറായി. അപ്പം വരുമ്പോഴുള്ള ഞാനല്ല പോകുമുണ്ടായതെന്ന് പറയാം. അതാണ് നമ്മൾ ബോച്ചേൻ്റെ ഫുഡ് എക്സ്പ്രസ് കേട്ടോ. വളരെ ലോ ബാറ്ററിയിൽ വന്ന ഞാൻ ഫുള്ളി ചാർജ്ഡായിട്ടായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് ലീവ് ചെയ്തത്. അപ്പം കോയമ്പത്തൂരിൽ ഇപ്പോൾ ഈ ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് എൻ്റെ പ്യുവറസ്റ്റ് ഫോം ഓഫ് മെയിൽ ഫ്രണ്ട്ഷിപ്പും ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പും ഒരേപോലെ കാണാം. ഐ തിങ്ക് മെയിൽ ഫ്രണ്ട്ഷിപ്പ് ഒരു ട്രെയിലർ പോലെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അത്ര മിനിറ്റ്സ് എനിക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ ഞാൻ കണ്ണൂർ എത്തി. അപ്പം നേരെ വീട്ടിലേക്കാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നെക്സ്റ്റ് ബൈ.